ഹലോ പറഞ്ഞക്കരെ എവിടെ എത്തി? കറുത്തു പെണ്ണെ നിന്നെ അതെ വെൽക്കം ടു ഇംഗ്ലണ്ട്. നൈസ് ടു മീറ്റ് യു. ഇതിൽ ഏതാ മനസ്സിലാവുന്നത്? എന്താണ് ആക്സെന്റ് അല്ലേ? അത് വാട്ടർ എന്ന് പറയുന്ന ഒരു ആക്സെന്റ് ആണ്. ചേച്ചി ഞങ്ങളിവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നതാണ് പണ്ട്. പിന്നെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ആയില്ല. അപ്പോ പക്ഷെ ജീവിക്കാൻ പഠിച്ചു അല്ലേ? ജീവിക്കാൻ പഠിച്ചു. അപ്പൊ ഇപ്പൊ ഞങ്ങള് ചെറിയൊരു അച്ചാർ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഏജന്റായിട്ട് വർക്ക് ചെയ്യാം. അപ്പോ ഒരു അച്ചായന്റെ അച്ചാമ്മയുടെ അച്ചാർ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടതേ കുടിക്കാനുള്ള ജ്യൂസ് ഒക്കെ വേണോ? വേണം. എന്നാ ഒരു കുപ്പി അച്ചാറായിരുന്നു. സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുന്നേ തൊട്ട് നോക്കിയാൽ തൊണ്ട ശുദ്ധിക്ക് ബെസ്റ്റാ. പാനം പാടിയൊക്കെ പാറി പാറി പറഞ്ഞില്ലേ? പാട്ടുകാർക്ക് ഒട്ടും പാടില്ലാത്തൊരു സാധനമാണ്. പാട്ടുകാർക്ക് പിന്നെ എന്താ പാടുക? ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. ചേച്ചി ചേച്ചി അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ഫോട്ടോ ഇതൊന്നും പിടിച്ചത് കൊണ്ട് ഒരേ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി ഒരു മിനിറ്റ് അവിടെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോട്ടോ എടുക്കും. ബ്രോ ഒരു മൈക്കാൻ പിടിക്കും. വേഗാവട്ടെ. അയ്യോ നമ്മുടെ അച്ഛനെ വിളിച്ചില്ല. ഈ അച്ചാറിന്റെ ഒരു മിനിറ്റ് ഒരാളെ വിളിക്കാറുണ്ട്. അച്ഛാ അച്ഛാ ചേച്ചി നമസ്കാരം. ഞാൻ അച്ചായൻ, അച്ചായൻ എല്ലാരും വിളിക്കും. അച്ചമ്മാസ് അച്ചാറിന്റെ എംഡിയാണ്. ഈ അച്ചാമ്മ എന്റെ ഭാര്യയാണ്. അല്ല ചേച്ചി, ചേച്ചിയുടെ പാട്ട് ഓ അമേസിംഗ് എന്ന് പറഞ്ഞാൽ അല്ല ഇവന്മാർ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പോയിട്ട് പറഞ്ഞു കാണുമല്ലേ? ഒന്നുമില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലണ്ടനിലുള്ളവർക്ക് ഈ അച്ചാമാസ് അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റാണ്. അവരിപ്പോ ഈ ബർഗർ കഴിച്ചാലും പിസ്സ കഴിച്ചാലും അതിലൂടെ അച്ചാമാസ് അച്ചാർ ഒന്ന് തൊട്ട് ബാക്കിൽ വെക്കണം. അതുകൊണ്ട് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ. വേഗം കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്യും. ക്യാമറ ഇവിടെ കവർ ചെയ്യല്ലേ? ശരി, റെഡിയാണോ? റെഡി റെഡി. ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചി പോയിക്കോ, ഞങ്ങൾ ഇൻസ്റ്റയിലിട്ട് ബൂസ്റ്റ് ചെയ്തോളാം. അത് ഒരു കൊളാബ് റിക്വസ്റ്റ് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്തേക്കണേ. അതൊക്കെ നമ്മുടെ പിള്ളേരെ ചെയ്തോണ്ട് ചേച്ചി ഒന്ന് നല്ല കൂടെ നിന്ന് തന്നാ മതി. ഒരുപാട് എന്റെ ചിരി കൊണ്ട് ഇങ്ങനെ ചുളുവിനൊരു കൊളാബറേഷൻ ഒപ്പിച്ചല്ലേ? ചുളുവിലല്ലടാ, കാശ് മുടക്കിട്ട് തന്നെ പാട്ടുകാരൻ ഇത് പ്രതാപ്. അല്ല അച്ഛാ, ഞാനൊരു തമാശ പറഞ്ഞില്ലേ? തമാശ. ഈ തമാശക്കുള്ള കൂടി കുറച്ചിട്ട് നിനക്കുള്ള ശമ്പളം തരുള്ളൂ. മോനെ നിന്റെ പാട്ട് പാടാനല്ലേ വിളിച്ചത്? അപ്പൊ തമാശ വേണ്ട കേട്ടാ. സോറിയാ. യദു അല്ല വിധു. എന്തെങ്കിലും വേണ്ടെങ്കിൽ വാ. അതെ, ഈ ലാലേട്ടൻ ആളെങ്ങനെ ഉണ്ട്? അയ്യോ, ലാലേട്ടൻ എങ്ങനെയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഈ അച്ചായനെ ലാലേട്ടനെ വെച്ച് കുറെ ബിസിനസ് പദ്ധതികളുണ്ട്. അത് ചിലപ്പോ ലാലേട്ടന് ഗുണം ചെയ്തേക്കാം. അതുകൊണ്ടാ ചോദിക്കണേ. സംഭവം അത് ഇപ്പോ എല്ലാവർക്കും ഒക്കെ ഒരു വീക്ക്നെസ് ഉണ്ടാവും. ഈ ലാലേട്ടന്റെ വീക്ക്നെസ് എന്താ? അത് ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ആരും പറയരുത്. ഉറപ്പല്ലേ? ലാലേട്ടനെ നല്ല ഭക്ഷണപ്രിയനാണ്. അതല്ല ഇത് നല്ല വീക്ക്നെസ് ഒന്നുമില്ലേ? ഉണ്ട്. നേരെ ചോദിക്കണ്ടേ? അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ലാലേട്ടനെ നല്ല യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു പ്രത്യേക ഇഷ്ടം എന്തിനോടെങ്കിലും ഉണ്ടാകുമ്പോഴാണല്ലോ അതൊരു വീക്ക്നെസ്. ഈ വീക്ക്നെസ് എന്ന് പറഞ്ഞാലേ
അതെ അത് കിട്ടണം അല്ലേ? ഉണ്ട് പറ. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് പാട്ടും ഡാൻസും എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേജ് ഷോ ജിമ്മി ഇവന് പാട്ട് പാടുന്ന പൈസ അവന് കൊടുക്കണ്ടോ? ഇവന് ഡാൻസ് ഒരു കോപ്പ് പറഞ്ഞുകൂടാ. അങ്ങനെ പറയല്ലേ? ഇതാ ശരിക്കും. മറ്റേത് പറ മറ്റേത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു. അച്ചായനെ കുറിച്ച് ലാലേട്ടൻ്റെ അടുത്ത് ഒരു ചെറിയ ഇൻട്രോ ഒന്ന് പൊക്കി അടിച്ചൊക്കെ പറയണം. അച്ഛനെ കുറിച്ച് കൂട്ടത്തിൽ ഏറ്റ്. മധു ഇവൻ മധു അല്ലെന്ന് വിധു. ഇതായാലും അങ്ങോട്ട് പോ. ഇവ അതെ മോന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ഉണ്ട്. പറഞ്ഞു പറ. അതെ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞു. ഏത് ഫ്രണ്ട്? അതെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ, സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കുന്ന ഈ സ്ഥലമുണ്ടോ? മോനെ ഈ സ്റ്റേജിന്റെ പുറകിൽ തന്നെ അച്ഛൻ്റെ ഒരു പബ്ബുണ്ട്. അവിടെ ഇരുന്ന് നിനക്ക് എത്ര നേരം വേണേലും സംസാരിക്കാം. പ്രൈവസി അല്ലേ വേണ്ടേ? അവിടെയാണെങ്കിൽ ആരും വരില്ല. ഭയങ്കര മതി പോലെ മതി. ഋതുവാ ഋതു അല്ല വിധു. എന്തെങ്കിലും ബാക്കി പരിപാടി നടക്കട്ടെ അവിടെ.